സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു BR മാച്ചുമായിട്ടാണ്. നമ്മളൊരു റെഡ് ക്രിമിനൽ വിട്ട് ഭീമാ സ്ട്രിപ്പിലോട്ട് തന്നെ പോവുകയാണ്. ആദ്യം തന്നെ നമ്മളൊരുത്തന്നെ സ്പോട്ട് ചെയ്ത് ഓഗ് വെച്ച് 11 ഒരു അടി കൊടുത്തു. അത് മോക്കം കണ്ടപ്പോഴത്തേക്ക് നമ്മളെ ടീംമേറ്റ് റഷ് ചെയ്ത് അവൻ്റെ അണ്ണാക്കിലോട്ട് കയറി കൊടുക്കാൻ ചെന്നു. സാറേ നമ്മളും അങ്ങോട്ട് ഓടിപ്പോകുന്ന വഴിക്ക് നമ്മളെ ടീംമേറ്റ് നോക്കാം, അവൻ പറഞ്ഞ അവന് ഡാമേജ് ആണ്. നമ്മളങ്ങനെ മാക്സ് 7 വെച്ച് നമ്മളവൻ ലോങ്ങിൽ നിന്ന് തന്നെ നമ്മളവനെ അടിച്ചിട്ടു. നമ്മളെ ടീംമേറ്റിനെ പൊക്കി നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമുക്ക് ഹിറ്റ് ലിസ്റ്റ് വീണത്. ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്താണെങ്കിൽ ഫുൾ സ്കോഡ്, വേറെ സ്കോഡുണ്ട്. അങ്ങനെ നമ്മൾ തിരിഞ്ഞ് പോകാൻ തീരുമാനിച്ച കാര്യം 2 സ്കോഡുണ്ട്. എന്തായാലും അവിടെ നമ്മൾ ജാമായി മാറും. സാർ നമ്മൾ മണ്ടയിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് നല്ലൊരു ഹിറ്റ് കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഗ്ലൂ ആൾട്ട് അവിടെ നിന്ന് ഹീൽ ചെയ്തു. അപ്പോഴത്തേക്ക് ആ ഹീൽ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളെ ടീംമേറ്റ് എല്ലാം മണ്ടയിലോട്ട് കയറിയായിരുന്നു. ഒരാൾ മാത്രം ബാക്കിലുണ്ട്. നമ്മളും മണ്ടയിലോട്ട് കയറി. കാര്യം നമുക്ക് ലൂട്ടൊന്നുമില്ല, ഓഗ് വെച്ചെനിക്ക് കളിക്കാനും അറിഞ്ഞൂടാ. നമ്മൾ മണ്ടയിലോട്ട് കയറി ലൂട്ടാന്ന് തീരുമാനിച്ചു. മണ്ടയിലോട്ട് കയറി നോക്കരുത് നമ്മളെ ടീമേറ്റെല്ലാം നല്ല ഫൈറ്റ്. അവന്മാരെല്ലാം അവിടെ നോക്കിടുന്നുണ്ട്. നോക്കരുത് ഒരുത്തനെ അടിച്ചിടാമെന്ന് വെച്ച് നോക്കരുത്. നമ്മളെ ടീമേറ്റ് ഒരാൾ ചത്തായിരുന്നു, അവൻ ഓട്ടോ റിവൈവ് ആവുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കരുത് നമ്മളെ ടീമേറ്റ് എല്ലാവരും വീണുകൊണ്ടിരിക്കുക. ഞാൻ ബാക്ക് വലിയാന്ന് വെച്ച് നോക്കുകയാണ്. ഞാനും കൂടെ ചത്ത നല്ല മൈനസ് അടിക്കും. ഹീറോയ്ക്ക് 5 ലോബിയാണ്. അങ്ങനെ നമ്മളെ ടീമേറ്റ് നോക്കിടുന്നുണ്ട്. തിരിച്ച് കയറാൻ പോയതാണ്. തിരിച്ച് കയറാൻ പോയപ്പോഴത്തേക്ക് അവനും നോക്കായി. ഒരുത്തനെ ഉള്ളെന്ന് പറഞ്ഞു. ഒരുത്തനെ നോക്കരുത്. അവർ 2 പേരുണ്ട്. ഒരുത്തനെ 14 അടി കൊടുത്തു, 17 കൊടുത്തു. അവനും കവറിൽ പോയി. അവസാനം നമ്മളോടി നമ്മളാ ഭീമാ സ്ട്രിപ്പിന് താഴത്തേക്കുള്ള സ്ഥലത്തോട്ട് വേണം എല്ലാവരും ഓട്ടോ റിവൈവ് ആക്കാമല്ലോ. കാരണം പാലത്തിൽ ഒരുത്താൻ നിൽക്കുന്നു. അവനെ നമ്മൾ ഓഗ് വെച്ച് കൊടുക്കാൻ നേരത്ത് 13-14 അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ ടീംമേറ്റ് എല്ലാം റിവൈവ് ആയിരുന്നു. അവനെപ്പോഴത്തേക്ക് അവിടെ ചുറ്റും ഗ്ലൂ കിട്ടും. ഐറിസ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സാർ നമ്മൾ റഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്കിൽ നിന്ന് അടിയിട്ട് അവന്മാരെന്നെ അങ്ങ് ഫിനിഷ് ആക്കിയായിരുന്നു അവിടെ വെച്ച്. അങ്ങനെ നമ്മളെ ടീംമേറ്റ് നമ്മളെ പൊക്കി വിട്ടു. നമ്മൾ ഒബ്സർവേറ്ററി വന്നിറങ്ങി. അവിടെ നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോവാണ്. അവൻ്റെ അടുത്ത് എനിമി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവൻ്റെ അടുത്തോട്ട് ചെന്ന് നമ്മളെ സ്ക്വാഡെല്ലാം ഇവിടെ ഉണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിൽ. നോക്കരുത് നമ്മളെ തോക്കതി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവനെ ടീമിനെ അങ്ങ് വൈപ്പാക്കിയത്. നമ്മൾ M24 എക്സ് അങ്ങ് എടുത്തു. ഇനി എല്ലാത്തിനെയും കുത്തിപ്പിടിച്ചാലും നമുക്കിടാൻ പറ്റും. അവൻ പറഞ്ഞു ക്ലോക്ക് ടവറിൽ ഒരു സ്ക്വാഡുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലോക്ക് ടവറിലോട്ട് റഷ് ചെയ്യാണ്. ക്ലോക്ക് ടവറിലോട്ട് ഒക്കെ നമ്മളെ ടീമിൽ നല്ല അടി കിട്ടി. അവനെ പൊക്കാൻ പോയടുത്ത് ജീവ ആധീനം പൊക്കിയായിരുന്നു. ആ സമയത്ത് അവിടെ മൊത്തം ഗ്ലൂ ഇട്ട് അടി കിടക്കുന്നു. ഫുള്ള് മോക്കോ. അങ്ങനെ ഒരുത്തനെ സ്കോപ്പ് ചെയ്തെടുത്ത് അവൻ ഓടിപ്പോകുന്നു. M24 വെച്ച് അവനെ ആദ്യം അങ്ങ് അടിച്ചിട്ടു. അവനെ അങ്ങ് ഫിനിഷും ചെയ്തു. നോക്കായിരുന്നു മണ്ടേന്നൊരുത്ത് ഓടി വരുന്നു. അവനെ അങ്ങ് അടിച്ചിട്ടു. അവനെ നമ്മളെ ഫിനിഷ് ചെയ്തു. നോക്കായിരുന്നു എന്താ നമ്മളെ ഐറിസിൻ്റെ മാർക്ക് കിടക്കുന്നതുകൊണ്ട് ഗ്ലൂ ആൾ അടിച്ച് ഒട്ടിക്കാരത്ത് അവനെ കാണുന്നില്ല. അവൻ താഴെ കിടന്ന് നമുക്ക് നല്ല അടിയെന്നു. അവനെ നമ്മളങ്ങ് അടിച്ച് നോക്കാക്കി. ഒരു സ്കോറിൽ 3 പേരെ നമ്മൾ എടുത്തായിരുന്നു. അവൻ്റെ ടീമേറ്റ് അവനെ പൊക്കാൻ പോയിട്ട് നമുക്ക് കാണാൻ പറ്റി അവിടുന്ന്. അങ്ങനെ വേറൊരുത്ത അവിടെ കിടന്നു. അവനെ അടിച്ച് നമ്മളങ്ങ് ഫിനിഷാക്കി. മൊത്തത്തിൽ നമുക്ക് ഇതുവരെ 4 കില്ലായി. ഒരു സ്കോഡിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ 3 പേരെ അങ്ങ് എടുത്തായിരുന്നു. അതായത് നമ്മളങ്ങോട്ട് റഷ് ചെയ്യാൻ തീരുമാനിച്ചൊരു സൂപ്പർമെൻ്റ് അടിച്ചിട്ട്. ആ സമയം ഗൈസ് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മൾ കൊന്നവന്മാരെല്ലാം പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അവന്മാരെയും പിന്നെ നമ്മളങ്ങ് വൈപ്പാക്കി. നമ്മൾ ഭീമാ സ്ട്രിപ്പിലോട്ട് വന്ന വഴിക്ക് മൊത്തം എനിമി. അവസാനം ഞാൻ സ്കോപ്പ് ചെയ്ത് വേറൊരാൾ അടിക്കുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നിന്ന് ഒരുത്തം നമ്മൾ അടിച്ചിട്ടു. അങ്ങനെ നമ്മൾ ടീമേറ്റ് നമ്മളുടെ തോട്ട് ഓടി വരുന്നു. അവന് നല്ല ഫൈറ്റ് ഉണ്ട്. അങ്ങനെ അവസാനം അവൻ പൊക്കാൻ നേരത്തെ ഒരു ഉണ്ടമ്പൊരു ക്യാരക്ടർ വന്ന് വീണു. അവൻ അതിനെ അടിച്ചിട്ടു. അവസാനം അവൻ എന്നെ പൊക്കി വിട്ടു. എന്നെ പൊക്കി വിട്ട് ഞാനൊരു സൂപ്പർമെൻ്റ് അടിക്കാൻ തീരുമാനിച്ചൊരു സൂപ്പർമെൻ്റ് അടിച്ചു. നോക്കാരത്ത് മോക്കോ എല്ലാം കാണിക്കുന്നു മലയുടെ മണ്ടയിൽ. അവൻ പറഞ്ഞു മലയുടെ മണ്ടയിൽ 2 പേരുണ്ടെന്ന്. ഒന്നും നോക്കിയില്ല. ഇത് ഇവിടെ കുത്തിപ്പിടിക്കാൻ നോക്കരുത്. അവന്മാർ ഗ്ലൂ ഒക്കെ കിട്ടും. ആദ്യം ഒരു അടിയും കൊണ്ടില്ല. അവസാനം മരത്തിൻ്റെ കവറെടുത്ത് അവന്മാർ ഓടിയിട്ടും എനിക്ക് അവന്മാരെ തന്നെ കിട്ടി. അവന്മാരെ നല്ല അടി കൊടുത്ത് ഒരുത്തനെ ആദ്യം നോക്കാക്കി. പിന്നെ ഐറിസിട്ട് അടുത്തവനെ അടിക്കരുത്. പിന്നെ അവൻ നോക്ക് പൊക്കിയായിരുന്നു. അങ്ങനെ 2 കില്ലും അവിടുന്ന് തന്നെ നമുക്ക് അവൻ കിട്ടി. ഒരു 2-3 വെടിക്ക്. നമുക്കടുത്ത് ലാസ്റ്റ് എനിമിയാന്ന് തോന്നുന്നു എൽ ഷേപ്പിൽ 2 പേരെ കാണുന്നു. നമ്മളെ ടീമേറ്റ് അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നു. അങ്ങനെ ഒരുത്തനെ നമ്മൾ നല്ല അടി കൊടുത്ത് ഹിറ്റ് കൊടുത്ത് വെച്ചു. അങ്ങനെ നമുക്ക് നോക്കാരത്ത് മേളിൽ നിന്നൊക്കെ അടി വരുന്നത് എവിടെ നിന്നൊന്നും അറിയാൻ വയ്യ എനിമീസ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാരത്ത് എൽ ഷേപ്പിൽ തന്നെ ഉണ്ട്. നമ്മളെ ടീമേറ്റ് റഷ് ചെയ്ത് കയറി അവൻ നോക്കായി. അവനെ ഫിനിഷ് ചെയ്യാൻ വന്ന എനിമി അവിടെ ഗ്ലൂ ആൾട്ടേക്ക് നിന്ന് ഞാൻ ബാക്കിൽ കൂടെ അടിച്ചാൽ കിട്ടാം. കളി നമ്മളങ്ങ് തീർത്തായിരുന്നു.